നമ്മുടെ ഇടയിലുള്ള പലരെയും നമ്മളൊരു സീസണലായിട്ടുള്ളൊരു സെയിൽസ്മാൻ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. നമുക്കറിയാം MLM പല തവണകളായിട്ട് മാറി മാറി പുതിയ രൂപങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പം ഇതിൽ പലരും നമ്മളുടെ കൂട്ടത്തിൽ തന്നെ നേരത്തെ ഭാഗമാവുകയും അത് നമ്മളെ സെല്ല് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പം നമുക്കെല്ലാം അറിയാം, നമ്മൾ ആ സെല്ല് ചെയ്യാൻ ശ്രമിച്ച ആൾ അത്രത്തോളം സെയിൽസിൽ നേരത്തെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്ന ആളോ അല്ല. പക്ഷെ നമ്മളെ സെല്ല് ചെയ്യാൻ അവർ ഹാർഡായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ അതിൽ പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ള പലരും അവർ അതിലേക്ക് ചേർത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാം. അപ്പം സെയിൽസിൻ്റെ സ്കില്ലും മറ്റു കാര്യങ്ങളും പഠനവും ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് അവർക്ക് സെല്ല് ചെയ്യാൻ പറ്റിയതെന്ന് ചോദിക്കുകയാണെങ്കിൽ, സെയിൽസിൻ്റെ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്ന സമയത്താണ് തീർച്ചയായിട്ടും സെയിൽസ് സംഭവിക്കുന്നത്. ആ ഹെൽപ്പ് ചെയ്യാൻ കഴിയണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യം എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റണം. ഈ പറയുന്ന MLM-ന്റെ ഭാഗമാവുന്ന ആളുകൾക്ക് കിട്ടുന്ന ഏക ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് അവരുടെ ഒരു ഗ്യാതറിങ്ങിൽ പാർട്ടാവുന്നു, അല്ലെങ്കിൽ അവരുടെ സീനിയേഴ്സിനെ കാണുന്നു, അവരുടെ വലിയ വലിയ അച്ചീവ്മെന്റ്സുകൾ കാണുന്നു. അപ്പോൾ അവർ മനസ്സിലാക്കുകയാണ്, ഞാൻ അതിൻ്റെ ഭാഗമായാൽ എനിക്ക് കിട്ടും, അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമാവുന്ന എല്ലാവർക്കും ഈ രീതിയിലുള്ള ലൈഫിലുള്ള മാറ്റങ്ങൾ കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസം അവരിലുണ്ടാവുന്നു. ഈ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള ആ ഒരു നാച്ചുറലായിട്ട് നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി വരും. അതുണ്ടായാൽ തന്നെ നമ്മുടെ സെയിൽസിൻ്റെ വലിയൊരു ശതമാനം ഈസി ആവും എന്നുള്ളതാണ്. നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈവൻ സ്കിൽസ് ഇല്ലെങ്കിൽ പോലും നമുക്ക് നമ്മളുടെ കൺവേർഷൻ നടക്കുന്നുണ്ടായിരിക്കും. സ്കിൽസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ കൺവേർഷൻ റേറ്റ് മാറും. പക്ഷേ എങ്കിലും ഓട്ടോമാറ്റിക്കലി നമുക്കൊക്കെ ഉള്ളൊരു നാച്ചുറൽ മാക്സിമം കപ്പാസിറ്റി എന്താണോ അത് നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം ഉറപ്പുവരുത്തേണ്ടത്, നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് അത് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്ന പ്രൊഡക്റ്റും കമ്പനിയും ആണെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പനി മാറണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നാച്ചുറലായിട്ടുള്ള സെല്ല് ചെയ്യാനുള്ള ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ ടാപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.